നമസ്കാരം. കഴിഞ്ഞ ഒക്ടോബർ 10-നാണ് ഗുരുവായൂരിൽ ഒരു കട നടത്തിയിരുന്ന മുസ്തഫ എന്നുപേരുള്ള 47 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തത്. വാടക വീട്ടിലെ ഹാളിൽ അദ്ദേഹം തൂങ്ങി മരിക്കുകയായിരുന്നു. കടക്കണി മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഈ സംഭവം നടന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ പത്രങ്ങളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചിരുന്നു. എന്തായാലും ഇവിടെ മുസ്തഫ മരണസമയത്ത് ആത്മഹത്യക്ക് മുമ്പ് അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ് എഴുതി വെച്ചിരുന്നു. എന്തിനാണ് ആത്മഹത്യ ചെയ്തത്, ആരാണ് ഈ ആത്മഹത്യക്ക് കാരണക്കാരൻ എന്നതിനെ കുറിച്ചുള്ള ഒരു കുറിപ്പായിരുന്നു മുസ്തഫ എഴുതി വെച്ചിരുന്നത്. അതായത് ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള നെന്മിനി സ്വദേശിയായിട്ടുള്ള പ്രഹ്ലേഷ്, അതുപോലെ തന്നെ ചൗലൂർപ്പടി സ്വദേശിയായിട്ടുള്ള ദിവേക്, ഈ രണ്ടുപേരും കുറച്ച് പണം പലിശക്കെടുത്തതിന്റെ ഭാഗമായി അത് തിരിച്ചടവ് മുടങ്ങിയപ്പോൾ, കുറച്ച് വൈകിയപ്പോൾ മുസ്തഫയെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. സ്വന്തം ഭാര്യയ്ക്ക് മുന്നിൽ വെച്ച് പോലും വീട്ടിൽ കയറി മുസ്തഫയെ മർദ്ദിച്ചു. അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് അപമാനിച്ചു. അത്തരത്തിലുള്ള ചില മാനസിക പ്രശ്നങ്ങൾ മുസ്തഫയ്ക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വീട് വെക്കുന്നതിന് വേണ്ടി വാങ്ങിച്ച, ഒരുപാട് കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ച സ്ഥലം നിസാര വിലക്ക്, വാങ്ങിച്ചതിനേക്കാൾ കുറച്ച് വിലക്ക് ഇവിടെ പ്രഹ്ലേഷിന് കൊടുക്കേണ്ടതായി മുസ്തഫയ്ക്ക് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി. 1.5 വർഷം കൊണ്ട് 6 ലക്ഷം രൂപ വാങ്ങിച്ചതിന് 40 ലക്ഷം രൂപ ഈ സ്ഥലമടക്കം തിരിച്ച് പ്രഹ്ലേഷിന് കൊടുത്തു എന്നാണ് മുസ്തഫയുടെ സഹോദരൻ ഹക്കീം എന്നോട് ഇന്നലെ പറഞ്ഞത്. എന്തായാലും ഈ വിഷയം വാർത്തയായതാണ്. എന്തായാലും ഇവിടെ മുസ്തഫയുടെ ഈ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു. പ്രഹ്ലേഷ് ഇപ്പോൾ ഒളിവിലാണ്. സംഭവം നടന്നത് ഒക്ടോബർ 10-നാണ്. എന്നാൽ ഒക്ടോബർ 20 വരെ, അല്ലെങ്കിൽ അതിനുശേഷവും പ്രഹ്ലേഷ് ഗുരുവായൂർ നഗരത്തിൽ അഴിഞ്ഞാടി എന്നതിന്റെ കൃത്യമായ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് പ്രഹ്ലേഷ് അവിടെ ഗുരുവായൂരിൽ ഒരുപാട് ആളുകൾക്ക് പണം കൊടുത്തിട്ടുണ്ട്, പലിശക്ക് പണം കൊടുത്തിട്ടുണ്ട്. ആ പണം കൊടുത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഒക്ടോബർ 20-ന് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു വാട്സാപ്പ് സന്ദേശമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ സന്ദേശം കറങ്ങി നടക്കുന്നുണ്ട്. എന്തായാലും ആ സന്ദേശം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. ഗുരുവായൂർ ഒന്ന് അന്വേഷിക്കുക, പ്രൈലേഷേട്ട ആരാണ് എന്താണെന്ന്. മുന്നേ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ ബദറുവിനും ഉപ്പാക്കും എല്ലാവർക്കും എന്നെ അറിയാം, നിന്റെ ഭാര്യയ്ക്ക് അറിയാം, നിന്റെ പെങ്ങൾക്കൊക്കെ അറിയാം. എൻ്റെ വീട്ടിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. 13 ലക്ഷം നിന്ന് ദൈവം സഹായിച്ച് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പൈസ ഒന്നുമല്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ഉമ്മാനെ ചോദിക്കുന്ന സമയത്ത് മുഴുവൻ എൻ്റെ ഒരു സഹോദരി എന്ന ലെവലിലല്ലാണ്ട് ഇന്ന് വരെ ഒരു മോശമായിട്ടൊരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ എൻ്റെ ഭാര്യയോടോ പെങ്ങളോടോ ഒരാളോടും ചെറിയ കുഞ്ഞ് താത്തമാരോടോ നിങ്ങളുടെ കുഞ്ഞുമ്മാന്മാരോടോ ആരോടും ഞാൻ എൻ്റെ ഒരു സഹോദരൻ എന്നല്ലാണ്ട് എന്നെ കൊണ്ട് ചോദിക്കുന്ന ബിസിനസ് ഇത്രയും ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് കച്ചവടമാണ്, എന്താ നിങ്ങളെ ഒരു പെട്ടിക്കടയാണെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന ലക്ഷങ്ങൾ ഞാൻ അന്നും ബദ്രുവിനോട് ചോദിക്കും. ബദ്രുവിന് ഫ്രിഡ്ജ് മേടിക്കണേ കാശ്, കോഴിക്കോട് പോയിട്ട് തുണി എടുക്കണേ അവിടെ ചെന്നപ്പോൾ കാശ്, പലയിടത്തും 13 ലക്ഷം. എൻ്റെ മോനും എൻ്റെ ഭർത്താവ് അറിയാത്ത രഹസ്യക്കില്ല, ഒരു വിഷമമില്ല, എത്ര ലക്ഷം ചേട്ടൻ തന്നാലും പൈസ അടയ്ക്കും. ഇനി ഞാൻ ഈ 13 ലക്ഷം റുപ്യ നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഇന്ന് ഡേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, നല്ലൊരു ദിവസമാണ് ഇന്നേക്ക്, ദീപാവലിയും കൂടിയാണ്, ഒക്ടോബർ 20. ഒരു 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. ഭഗവാൻ തന്നെ സത്യം, ഞാനത് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകേണ്ട അപ്പുറത്ത് പണി ഞാൻ ചെയ്യും. മുന്നേ നിന്നെക്കാട്ടി കുറുമ്പം വാശിയുള്ള ആളാണ് ഞാൻ. നീയൊന്നും എൻ്റെ മുമ്പിലേക്ക് വിഷയമല്ല. പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ. അത് നിങ്ങൾ കുടുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നീ എന്തിൻ്റെ അടുത്ത് ഈ വന്ന് പറഞ്ഞ ഒരു കോംപ്രമൈസ്, എനിക്ക് ആ പൈസ പോയിക്കോട്ടെ, 13 ലക്ഷം റുപ്യ അല്ലേ, ഈ വിഷയമല്ല അത് കേട്ടോ. ഓക്കെ. ആയുർവേദ ഫോൺ എടുക്കത്ത്, ആയുർവേദിന്റെ പല്ലവിയിലത്തെ ഫ്ലാറ്റൊക്കെ എനിക്കറിയാം, ഞാൻ അവിടേക്ക് വരും കേട്ടോ. വെറുതെ നമ്മൾ തമ്മിൽ വർത്തമാനങ്ങൾ ഉണ്ടാക്കരുത്. ഈ 2000 രൂപ അടയ്ക്കണതിൻ്റെ കാര്യം എനിക്ക് എന്താണെന്ന് അറിയിക്കണം. ഇതിപ്പോൾ പൈസ നിങ്ങൾ അടയ്ക്കണില്ലേ, അതിൻ്റെ വഴികൾ പറഞ്ഞോളെ, അടയ്ക്കില്ല കുഴപ്പമില്ല എനിക്ക്. ഇപ്പോൾ അതിനൊക്കെ ചങ്കൂറ്റത്തിലും തൻ്റെ ഇടത്തിൽ തന്നെയാണ് ഞാൻ ഈ നിൽക്കണത്, ഈ കാശ് ഇത്രയും കൊടുക്കണത്, പലിശ മേടിക്കണതൊക്കെ. നിങ്ങൾ പറയണ എനിക്ക് നിങ്ങൾ കാശിനില്ല, എനിക്ക് അടയ്ക്കാൻ പാകില്ല എന്ന് പറഞ്ഞാൽ അടയ്ക്കണ്ട. ഞാനത് അഫ്സലിനെ എനിക്ക് വിവരം അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അഫ്സൽ നിങ്ങളെ കുടുംബം കലക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഉമ്മി മോനല്ലേ, എന്തായാലും കുടുംബമൊന്നും കലക്കില്ല. ഭഗവാൻ സത്യം, എനിക്കിതിന് റിപ്ലൈ കിട്ടണം. എന്താണ് ഈ 4000 6000 ചേർന്ന ആള് 4000 പോയി 2000 ആയതിന് വിവരമൊക്കെ അറിയണം. അല്ലെങ്കിൽ ഞാൻ പല്ലവിയിലേക്ക് വരും. തല്ലൂടാണെന്നല്ല, എനിക്ക് കാര്യങ്ങൾ അറിയാണല്ലോ. അതായത് ഒക്ടോബർ 20-ന് മുസ്തഫ മരിച്ചത് 10-നാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞും പ്രഹ്ലേഷിന്റെ ക്രൂരത തുടരുകയാണ്. ഗുണ്ടാ മാഫിയ വിളയാട്ടം അത് ഇനിയും ഉണ്ടാകും. ഞാൻ എന്താണ് ചെയ്യുക എന്നറിയില്ല, എനിക്ക് കിട്ടാനുള്ള പണം കിട്ടണം, ഞാൻ വീട്ടിൽ കയറി വരും. ഒരു സ്ത്രീയോടാണ് അത്തരത്തിലുള്ള ഒരു വോയിസ് മെസ്സേജ് ഒരു സ്ത്രീക്കാണ് അയച്ചത്.
അതുപോലെ തന്നെ കുടുംബം കലക്കും തുടങ്ങിയുള്ള ഭീഷണികൾ. ഇവിടെ പ്രഹ്ലേഷിന്റെ സഹായിയായി ചോലൂർ പടിയിലുള്ള ദിവേഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെയുണ്ട്. ഇയാളെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഇയാൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ CPM-ന്റെ ഒരു കൗൺസിലറുടെ സഹോദരനാണ് എന്നാണ് അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാനായത്. അതുപോലെ തന്നെ ഇവിടെ ഈ മുസ്തഫയുടെ കുടുംബം പോലീസിൽ പരാതി പറഞ്ഞപ്പോൾ തന്നെ ചോലൂർ പടിയിലുള്ള ഒരു ഹോട്ടൽ നടത്തിപ്പുകാരനായിട്ടുള്ള വ്യക്തിക്കെതിരെ കൃത്യമായി അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. അതായത് പ്രഹ്ലേഷിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് സതീഷാണ്. സതീഷ് എന്ന് പറയുന്ന ഈ വ്യക്തി പലപ്പോഴും ഇവിടെ മുസ്തഫയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുണ്ട്. മുസ്തഫയുടെ സ്വത്തുക്കൾ, അതായത് ആറ്റുനോറ്റൊരു വീട് വെക്കുന്നതിന് വേണ്ടി വാങ്ങിച്ച, ഒരുപാട് കാലത്തെ സമ്പാദ്യം കൊണ്ട് വാങ്ങിച്ച ആ സ്ഥലം നിസ്സാര വിലക്ക് തട്ടിയെടുക്കാൻ സതീഷ് കാരണക്കാരനായിട്ടുണ്ട്. ഈ സതീഷിനാണ് പ്രഹ്ലേഷിന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പ്രഹ്ലേഷിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി മറ്റു ചില ദോഷ സ്വഭാവങ്ങൾ, ചില പൊട്ട സ്വഭാവങ്ങൾ പ്രഹ്ലേഷിനുണ്ട്. അതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് സതീഷാണ് എന്ന കാര്യം കൂടെ ഇവിടെ മുസ്തഫയുടെ കുടുംബം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സതീഷിനെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ പണപ്പിരിവ് നടത്താൻ വേണ്ടി, പ്രഹ്ലേഷിന് വേണ്ടി പണം പിരിക്കാൻ വരുന്ന ചില ആളുകളുണ്ട്. അവർക്കെതിരെയും പോലീസ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല എന്ന ചില വാർത്തകൾ, ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രഹ്ലേഷ് തൽക്കാലം ഒളിവിലാണ്. എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങളില്ല എന്നും അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും ഇവിടെ ഒരു പ്രഹ്ലേഷ് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രഹ്ലേഷ് ഒരു വ്യക്തി മാത്രമാണ്. ഈ പ്രഹ്ലേഷിന് വേണ്ടി പിരിവ് നടത്തുന്ന, അല്ലെങ്കിൽ പ്രഹ്ലേഷിന്റെ പണം പ്രഹ്ലേഷിൽ നിന്നും ചെറിയ തുക ഇൻട്രസ്റ്റ് കൊടുത്തെടുത്ത് ഇരട്ടി ഇൻട്രസ്റ്റിന് ഗുരുവായൂർ നഗരത്തിൽ വിതരണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരക്കാർക്കെതിരെ പോലീസ് കർശനമായ നടപടി എടുക്കാത്ത സാഹചര്യത്തിൽ ഇനിയും ഇതുപോലുള്ള ആത്മഹത്യകൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. എന്തായാലും മുസ്തഫയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം. മുസ്തഫയുടെ ആറ്റുനോറ്റൊരു വീട് വെക്കുന്നതിന് വേണ്ടി മുസ്തഫ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, രാത്രിയും പകലും തുറക്കുന്ന ഒരു കടയാണ്. അങ്ങനെ രാത്രിയും പകലും ഒക്കെ അധ്വാനിച്ച് കിട്ടുന്ന ചെറിയ തുച്ഛമായ ആ മിച്ചം വെച്ച കാശ് കൊണ്ട് വാങ്ങിച്ച ആ സ്ഥലം, അത് മുസ്തഫയുടെ കുടുംബത്തിന് തിരിച്ചു കിട്ടണം. നീതി ലഭിക്കണം. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള M. ബാലാജി കഴിഞ്ഞ ദിവസം മുസ്തഫയുമായി ബന്ധപ്പെട്ട്, വ്യാപാരി വ്യവസായി സമിതിയുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളുടെ കൂടെ ഗുരുവായൂർ ACPക്ക് നേരിട്ടെത്തിയാണ് ഈ വിഷയത്തിൽ പരാതി കൊടുത്തത്. CPIM ആണ് ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. കേരളം ഭരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് CPIM ആണ്. CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഗുരുവായൂർ ACP ഓഫീസിൽ നേരിട്ടെത്തി ഇവിടെ മുസ്തഫയ്ക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയത്. M. ബാലാജിയാണ് പരാതി നൽകിയത്. അതേസമയം ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ CPIM-ന്റെ കൗൺസിലറുടെ സഹോദരൻ മുസ്തഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ CPIM-ന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയം മാറ്റിവെച്ച എല്ലാവരും മുസ്തഫയ്ക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ശക്തമായ ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.